പണം വാങ്ങിക്കാതെ ചുമ്മാ അങ്ങ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതൊരു ശാസ്ത്രമെന്ന് അംഗീകരിക്കേണ്ടി വരുന്നു. അങ്ങനെയല്ല. പണം വാങ്ങിച്ചില്ലെങ്കിൽ നിൽക്കില്ല. ദേവാലയങ്ങളും കാണിക്കപ്പെട്ടില്ലെങ്കിൽ മതമില്ല, ദൈവവും ഇല്ല. അതുപോലെ ഇത് പണം വാങ്ങിച്ചില്ലെങ്കിൽ ഈ ശാസ്ത്രം നിൽക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇത് അശാസ്ത്രീയമെന്ന ബോധം ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. വീട് വയ്ക്കാൻ ഈ ശാസ്ത്രത്തിന്റെ ആവശ്യമേ ഇല്ല. അത് തെളിവാണ് ലോകത്തുള്ള എല്ലാ വീടുകളും, ബഹുഭൂരിപക്ഷം വീടുകളും. ഇവിടെ പ്രധാനമായും ഈ വാസ്തുവിനെ പിന്തുണച്ച് സംസാരിച്ചവർ പറഞ്ഞത് അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. ഈ രണ്ടുപേർ അല്ലെങ്കിൽ ഈ വാസ്തുവിനെ പിന്തുണയ്ക്കുന്നവരുടെ കഴിഞ്ഞ 3 വർഷത്തെ ജീവിതം ഒന്ന് പരിശോധിക്കുക. സാധാരണ ഇതിൽ ഒരു ശരാശരിക്ക് മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഉന്നതികളും അധോഗതികളും ദുഃഖവും സന്തോഷവും എല്ലാവരുടെയും ജീവിതം നമുക്കൊരു പാറ്റേൺ അനുസരിച്ചാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ഭൂകമ്പം ഉണ്ടാകുകയാണെങ്കിൽ ആ പഞ്ചായത്തിലുള്ള എല്ലാവരും അനുഭവിക്കും. അവർ വാസ്തു വെച്ച് നിർമ്മിച്ചാലും വാസ്തു വെക്കാൻ നിർമ്മിച്ചാലും. അപ്പം നമ്മളെല്ലാം ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക നിലയനുസരിച്ചാണ് നമ്മുടെ പൊതുവെ ജീവിതത്തിലെ പാരാമീറ്റേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഇപ്പൊ വാസ്തു ചെയ്യുന്ന എന്താണ്? തീർച്ചയായിട്ടും വാസ്തു നോക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാവും. വാസ്തു അതിന്റെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യും. കാര്യം വാസ്തു നോക്കാത്തതുകൊണ്ടാണ്. അതിൽ 8 കാലി മമ്മൂഞ്ഞിന്റെ പരിപാടിയാണ്. അതായത് ഞങ്ങളുടെ പറഞ്ഞത് നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടായത്. ഇനി നോക്കിയാലും ദുഃഖം ഉണ്ടാവും, നോക്കിയില്ലെങ്കിലും ദുഃഖം ഉണ്ടാവും. മറിച്ചാണെങ്കിൽ അവർക്ക് തെളിയിക്കാമല്ലോ. ഇത്രയും വലിയ വാദപ്രതിവാദങ്ങളുടെ ഒന്നും കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ശാസ്ത്രീയം എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു ശാസിക്കപ്പെടുന്നതാണ് ശാസ്ത്രീയം എന്ന് പറയുന്നത്, അല്ലാതെ സയൻസ് ഒന്നും അല്ല. അതായത് ഇപ്പം പൗർണമി ദിവസത്തിൽ ഒരു ആടിനെ ബലി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആൺകുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രമാണ്. അതായത് നമ്മുടെ മുതിർന്ന ആൾക്കാർ ശാസിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പൊ കാന്തിക പ്രഭാവം ഒരു ഒറ്റ കാര്യം മാത്രം, വടക്കോട്ട് തല വെക്കരുതെന്ന് പറയും. അതിനിപ്പോ അടുത്തിടെ ഞാൻ ഒരു വീടെന്ന് പറഞ്ഞൊരു മാഗസിനകത്ത് കണ്ടത് കാന്തിക പ്രഭാവം, ഭൂമിയുടെ കാന്തിക പ്രഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യനിൽ കാന്തിക പ്രഭാവമുണ്ട്. എല്ലാം ശരിയാണ്, ഭൂമിക്ക് കാന്തിക പ്രഭാവമുണ്ട്. പക്ഷെ നമ്മുടെ പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ വളരെയധികം സ്വസ്ഥമായിട്ട് കിടക്കുന്ന അവസരത്തിൽ പൊളാരിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഭൂമിയുടെ ഉള്ളിലെ മാഗ്മ അതിങ്ങനെ ചുഴറ്റുന്നതുകൊണ്ടാണ് പൊളാരിറ്റി ഉണ്ടാകുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മൾ ശാന്തമായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല ഈ അയോണുകൾ ധ്രുവീകരിച്ചെങ്കിലേ പൊളാരിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ കിടക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ആളുകളുടെയൊക്കെ പറയാ ഡൈനാമിക് എഫക്ട്. നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരു നല്ല സ്ഥലത്തിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഇതൊക്കെ പറയുമ്പോൾ ഞാനത് ആദ്യമേ സൂചിപ്പിച്ചു. ആദ്യമായി ഇവിടെ ഒരു നിർമ്മാണ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതായത് തൊഴിലാളികള്, സാങ്കേതിക വിദഗ്ധന്മാർ അവരുടെ അനുഭവത്തിലൂടെ എവിടെ അത് ഉദാഹരണമായിട്ട് ഞാനൊരു വീട് വെക്കുക, ഞാൻ ആദ്യം എന്താ നോക്കുക, എനിക്ക് നല്ലോണം എന്താണ് ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി? എല്ലാം നമ്മുടെ മലയാളി സംസ്കാരത്തിൽ എല്ലാവരും പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്ന് പറയാറുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിന്റെ ഭാവമാണല്ലോ. ഇപ്പൊ നന്നായിട്ട് വായു വരിക, നന്നായിട്ട് പ്രകാശം വരിക, ഇതന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വാസ്തുവിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് വാസ്തുവിന്റെ അന്ധവിശ്വാസം മൂടി വെക്കാൻ പറ്റില്ല. അത് ചെയ്യുന്ന അനീതി, അത് ചെയ്യുന്ന നാശം എന്ന് പറയുന്നത് അതിനകത്ത് നല്ല വശങ്ങൾക്ക് മൂടി വെക്കാൻ കഴിയാത്തതാണ്. ഈ സാറ് പറഞ്ഞ കണക്ക് ഒരു കാര്യം ചോദിക്കാൻ, ഈ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ വയ്ക്കുന്ന വീട് ഇടിഞ്ഞു പോകും. പൈസ വാങ്ങിച്ചില്ലെങ്കിൽ വയ്ക്കുന്ന വീട് റെമ്യൂണറേഷൻ വാങ്ങിയില്ലെങ്കിൽ അതിനൊരു ശാസ്ത്രീയ അടിത്തറ ശാസ്ത്രം ആവുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ വ്യക്തമാകാം. ഇപ്പം നമ്മുടെ നിരത്തുകളിലെല്ലാം ധാരാളം ആഡംബര കാറുകൾ ഇറങ്ങുന്നുണ്ട്. സുഖമായി കംഫർട്ടായി യാത്ര ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ മാക്സിമം സ്പീഡ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അങ്ങനെ വളരെ അധികം ചെറിയ ഫ്രിഡ്ജുകളൊക്കെ ഉള്ള വളരെ വില കൂടിയ കാറുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പേപ്പറിനകത്ത് അല്ലെങ്കിൽ ഒരു കമ്പനി പരസ്യം ചെയ്യുന്നു, ഇത് നിങ്ങൾക്ക് 5 കിലോമീറ്റർ സ്പീഡുള്ള 5 കിലോമീറ്റർ 1 ലിറ്ററിന് ഓടാൻ കഴിയുന്ന ഇങ്ങനെ ഫ്രണ്ടിൽ കമ്പിയിട്ട് കറക്കി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ ഞങ്ങൾ ഇറക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും മേടിക്കും? ഇതിന്റെ കൂടെ അവർ പറയുന്നു ഇങ്ങനെ കറക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, നിങ്ങളുടെ മുഖത്തിന് നല്ല കാന്തി കിട്ടും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ മേടിച്ചെന്നിരിക്കും. ഇവിടെ വാസ്തുക്കാർ ചെയ്യുന്നത് അത് തന്നെയാണ്. ഭീഷണിപ്പെടുത്തിയാലേ ആൾക്കാര് ഇതിന് കൺസൾട്ട് ചെയ്യാൻ വരികയുള്ളൂ. എനിക്ക് അറിയത്തില്ല, ഇന്നേവരെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ജസ്റ്റ് ഇപ്പൊ തന്നെ ഇതുപോലെ പല ആർക്കിടെക്റ്റുകളും വരച്ച പ്ലാനുകൾ എന്റെ അടുത്ത് കൊണ്ടുവരും. അത് ശരിക്കും ആർക്കിടെക്ട് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടും ആയിരിക്കത്തില്ല, അറിയാതെ ആയിരിക്കും ഇതിന്റെ ഓണർ കൊണ്ടുവരും. അവർക്ക് അതിലുള്ള വിശ്വാസം, ആ പ്ലാനിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇന്ന രീതിയിലേക്ക് പറയും. അല്ല, എനിക്കറിയാവുന്ന വിഷയമല്ല, അതുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. സി അവർ ലൈഫ് ഈസ് വെരി ഷോർട്ട്. വളരെ ചെറിയൊരു ജീവിതമാണ്. ഈ കുമ്പളെ എപ്പോൾ വേണേലും പൊട്ടാം. ഈ ചെറിയ ജീവിതത്തിനകത്തില് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമുക്ക് എന്തെങ്കിലും നന്മകൾ കിട്ടുന്നുവെങ്കിൽ അതിന് തക്ക ഏതെങ്കിലും ശാസ്ത്രങ്ങളോ മറ്റ് അനുശാസിക്കുന്ന ഗ്രന്ഥങ്ങളോ എന്ത് തന്നെ ഉണ്ടായാലും അതിനെ ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ആരൊക്കെ വാസ്തു ഇല്ല എന്ന് പറഞ്ഞാലും അവർ വെക്കുന്ന വീടിന് പ്രോപ്പർ വെന്റിലേഷൻ ഓരോരുത്തരും കൊടുക്കുന്നുണ്ട്. അത് തന്നെ വാസ്തുവാണ്. ഒരു വാസ്തു ശില്പി ഡിസൈൻ ചെയ്ത പ്ലാനിന്റെ